വയനാട് പ്രകൃതിയുടെ ശ്വാസം നിറഞ്ഞ ഒരു ഭൂമി. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യമുള്ള പ്രദേശങ്ങളിലൊന്നായ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ് ഈ മലനാട്. കാടും മനുഷ്യവാസവും തമ്മിലുള്ള അതിർത്തി ഇവിടെ വളരെ സുതാര്യമാണ്. അതേസമയം പലപ്പോഴും അതൊരു സംഘർഷത്തിന്റെ രേഖയുമാണ്. കാടിനോട് ചേർന്ന ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന കർഷകർക്ക് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഒരു പതിവായ യാഥാർത്ഥ്യമാണ്. ജനവാസ മേഖലയിൽ വന്യജീവികൾ എത്തിച്ചേരുന്നത് തടയുന്നതിന് വനംവകുപ്പ് നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ ആവിഷ്കരിച്ചു. ആന മുതൽ റെയിൽ ഫെൻസ്, ക്രാഷ് കാർഡ്, ട്രഞ്ചുകൾ, ഇപ്പം ആധുനിക സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ടുള്ള AI സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പ്രതിരോധ മാർഗ്ഗങ്ങളിൽ 98% സോളാർ പവർ ഫെൻസിങ്. വളരെ ചുരുങ്ങിയ ചെലവിൽ ഏതൊരു ഭാഗത്തും എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് സോളാർ പവർ ഫെൻസിങ്. സോളാർ ഫെൻസിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ അല്ല, മുന്നേ തൊട്ടുണ്ട്. ഒരു 10-15 വർഷത്തിന് മുന്നേ തൊട്ട് നമ്മൾ സോളാർ ഫെൻസിങ് നിർമ്മാണം ചെയ്തിട്ടുണ്ട്. ഈ 10 years and 15 years ഓഫ് സ്റ്റഡി വെച്ച് നോക്കുമ്പോൾ നമുക്ക് സോളാർ ഹാങ്ങിങ് ഫെൻസും പിന്നെ ലാൻഡ്സ്കേപ്പ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലത്തിൽ നോർമൽ ഫെൻസിങ്ങും, ഇതാണ് നമുക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഈ ഫെൻസിങ്ങിൻ്റെ ഏറ്റവും ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ തകരാറ് സംഭവിക്കും. സോളാർ പവർ ഫെൻസിങ് നിരന്തര മെയിൻ്റനൻസ് ആവശ്യമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം, സാധാരണ രാത്രി കാലങ്ങളാണ് ആന ഉൾപ്പെടെയുള്ള വന്യജീവികൾ പുറത്തേക്ക് വരിക. അത് മാത്രമല്ല, ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ അതിനെ പൊട്ടിച്ച് കടന്ന് കളയാനുള്ള ഒരു ടെൻഡൻസി അത് മനുഷ്യ സഹജമാണ്. നമുക്ക് എന്തിനോടും എതിര് വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുക. അതേപോലെ തന്നെ മൃഗങ്ങളിലും ആ സ്വഭാവം കണ്ട്, പ്രത്യേകിച്ച് ആനകളിൽ. സൂര്യന്റെ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഫെൻസ് വയറുകളിൽ ചെറിയ ഇലക്ട്രിക് പൾസുകൾ നൽകുന്നു. സോളാർ പാനൽ ബാറ്ററി ചാർജ് ചെയ്യുന്നു. അതുവഴി എനർജൈസർ ഫെൻസിലേക്ക് വൈദ്യുതി പൾസ് നൽകുന്നു. ഒരു മൃഗം ഫെൻസ് തൊടുമ്പോൾ അതിനൊരു ചെറിയ ഷോക്ക് അനുഭവപ്പെടും. എന്നാൽ ഇത് മൃഗത്തെ പരിക്കേൽപ്പിക്കുന്നില്ല, പക്ഷെ വീണ്ടും കൃഷിയിടത്തിലേക്ക് കടക്കാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നു. നമുക്ക് 182 kilometers ഓഫ് സോളാർ ഫെൻസിങ് ഉണ്ട്. അപ്പോൾ ഈ സോളാർ ഫെൻസിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ 35 kilometerന് മുകളിലുള്ള ഫെൻസിങ് നോട്ട് വർക്കിംഗ്. അപ്പോഴാണ് ഈ മിഷൻ സോളാർ ഫെൻസിങ്ങിലുള്ള ഒരു മിഷനെ നമ്മൾ ഏറ്റെടുത്തത്. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ വർക്കിംഗ്, നോൺ വർക്കിംഗ് ആയിട്ട് ഉള്ള ഒരു ഫെൻസിങ്ങിനെ നമ്മളെല്ലാം റെഡിയാക്കി റിപ്പയർ ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ആളും വെച്ചിട്ടും പിന്നെ പുറത്തിറന്ന് ഫണ്ട് മേടിച്ചിട്ടും നമ്മൾ റിപ്പയർ ചെയ്തെടുത്തിട്ട് ഇപ്പോൾ ആകെ ഒരു 7 kilometers മാത്രമേ നമ്മൾ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഫങ്ഷണാലിറ്റി എത്തിക്കാൻ നമ്മൾ എടുത്ത നടപടി എന്താണെന്ന് പറയുമ്പോൾ, നമ്പർ 1, നമ്മുടെ സൈഡ് ഒരു സോളാർ ഫെൻസിങ് മെയിൻ്റനൻസ് സെല്ല് തുടങ്ങി. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഫെൻസിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങളായ എനർജൈസർ, ബാറ്ററി ചാർജർ, സോളാർ പാനൽ, അങ്ങനെയുള്ള സാമഗ്രികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തകരാറ് സംഭവിച്ചാൽ ഉടനടി പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു വർഷത്തിനിടയിൽ നോർത്തേൺ സർക്കിളിലുള്ള ഉപകരണങ്ങൾ ഈ സർവീസ് സെൻറ്ററിൽ എത്തിക്കുകയും മെയിൻ്റനൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 763 ഉപകരണങ്ങൾ നമ്മൾ ഇവിടുന്ന് മെയിൻ്റനൻസ് ചെയ്തു. അതിൽ തന്നെ 400 എനർജൈസറാണ്. ഈ കാര്യത്തിൽ ഈ മെഷീൻ സോളാർ ഫെൻസിങ്ങിൽ റിപ്പയറിംഗ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, എങ്ങനെ ഈ സോളാർ ഫെൻസിങ്ങിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, സ്മാർട്ട് ഫെൻസിങ് എങ്ങനെ ചെയ്യാൻ പറ്റും, പിന്നെ റിയൽ ടൈമിൽ എങ്ങനെയാണ് റിപ്പയർ ചെയ്യാം. ഓൺ സ്പോട്ട് റിപ്പയറിംഗ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു ടീം ഒന്ന് ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീമാണ് മിഷൻ കർമ്മസേന. ഈ കർമ്മസേന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവര് ദൈനംദിനമായിട്ട് അതാത് അവരെ നിയോഗിക്കപ്പെട്ട യൂണിറ്റ് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇവർ പോയിട്ട് ഈ പറഞ്ഞ പോലെ ബാറ്ററി അല്ലെങ്കിൽ എനർജൈസർ ഇതിലൊന്നും തകരാറുകൾ സംഭവിച്ചിട്ടില്ല എന്നും, അതുപോലെ മരങ്ങളോ അങ്ങനെ അടിക്കാടുകളോ കൂടുതലായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ആയത് നീക്കം ചെയ്യാനുമുള്ള പ്രവൃത്തികൾ നടത്തി എല്ലാ ദിവസവും തന്നെ അവരെ ഏൽപ്പിച്ച യൂണിറ്റ് മെയിൻറ്റൈൻഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. പലതരത്തിൽ സോളാർ ഫെൻസിങ് തകരാറ് സംഭവിക്കാം. വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത്, ജനങ്ങൾ കാട്ടിലേക്ക് കടക്കുന്ന സമയത്ത്, വിറകിനും മറ്റ് കന്നുകാലി മേയ്ക്കുന്നതിനായിട്ട് കാട്ടിലേക്ക് പോകുമ്പം സോളാർ ഫെൻസിങ് തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടും ഹാങ്ങിങ് ഫെൻസ് മുകളിലേക്ക് ചുറ്റിയും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇതിന് ബാറ്ററി എപ്പോഴും ഷോർട്ടായി പോകും. കൂട്ടിക്കെട്ടിയിട്ട് പോവര് നമുക്കറിയത് മൊത്തം നമ്മളെ പറഞ്ഞില്ല. ഫുള്ള് വിറകിന് പോകുന്ന നാട്ടുകാരും പിന്നാരും ഫോറസ്റ്റ് ഓഫ് ചെയ്യുന്ന നാട്ടുകാർ കൂട്ടിക്കെട്ടും, പിന്നാരെ ചെയ്യുന്നു വിറകിന് പോകും. എൻ്റെ കൂട്ടിയിട്ട് കഴിച്ചു വിടൂല. പിന്നെ രാത്രി നമ്മളെ പോലത്തെ കൃഷി ഉള്ളവന്റെ പറമ്പിൽ ആന ഒരു ദിവസം 9 ആന 7 ഏക്കർ വയൽ മൊത്തം ചവിട്ടി നശിപ്പിച്ചു.
ഫെൻസിങ് ഉണ്ടായിട്ട് ഇതാ അവസ്ഥ. ഫോറസ്റ്റുകാർ എന്ത് പറഞ്ഞ കാര്യം, സർക്കാർ ചെയ്യുന്നു, ഞങ്ങളെ കൂടി സംരക്ഷിക്കണം. ജനങ്ങൾ സംരക്ഷിച്ചാൽ ഇത് വിജയിക്കും, അല്ലാണ്ട് സർക്കാർ കൊണ്ട് മാത്രം വിജയിപ്പിക്കും ഒരു വകുപ്പിനെ വിജയിപ്പിക്കാൻ പറ്റൂല. സോ നമ്മൾ ഒരുപാട് സോളാർ ഫെൻസിങ് ഇവിടെ നിർമ്മാണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്താ എന്ന് അറിയുന്നത്, ഒന്ന് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മുന്നേ ഉള്ള ഹോട്ട്സ്പോട്ട് മാപ്പിംഗും ഇപ്പോൾ ഉള്ള ഹോട്ട്സ്പോട്ട് മാപ്പിംഗ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 90% നമ്മുടെ കോൺഫ്ലിക്ട് റിപ്പോർട്ടിംഗ് തന്നെ കുറഞ്ഞിട്ടുണ്ട്, കോൺഫ്ലിക്റ്റും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ പിറകിൽ കാണുന്ന ഒരു യൂണിറ്റ്, അത് നമ്മുടെ ബാവലി ഭാഗത്തുള്ള യൂണിറ്റാണ്. ഇത് ഒരു 1.5 കിലോമീറ്ററിലുള്ളതാണ്. ഈ ഒരു യൂണിറ്റ് വന്നതിന് ശേഷം ഈ ഭാഗത്തുള്ള കോമ്പൻസേഷൻ ഏകദേശം ഒരു 60% കുറയ്ക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ സോളാർ ഫെൻസിങ് ഉള്ളത് ഒരു സക്സസ് ആണ്. അത് മാത്രമല്ലാതെ നമ്മുടെ നാട്ടുകാരുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡിലും ചേഞ്ച്, പേഴ്സ്പെക്റ്റീവും ചേഞ്ച് ആയിട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം, അതേപോലെ ഫോറസ്റ്റ് തടയുക, ഇങ്ങനെ വേണ്ടിയുള്ള ഒരുപാട് നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളെ പുതിയ സംവിധാനം, നമ്മളെ തൂക്ക് ഫെൻസിങ് വന്നതിന് ശേഷം ഒരുപാട് വന്യമൃഗ ശല്യങ്ങൾ ഒഴിവായിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഗുണകരമായ രീതിയിലാണ് കൃഷിക്കാർക്ക് പ്രയോജനപ്പെട്ടത്. നമ്മളിവിടെ മാത്രമല്ല, കാട്ടിക്കുളം അപ്പുറത്തൊക്കെ പദ്ധതി വന്നതോടെ ആനശല്യം പാൽവളിച്ച അഭാവത്തൊക്കെ വലിയ രൂപത്തിലുള്ള ഗുണകരമായ രീതി കർഷകർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഒരു 80% മാറ്റം അത് വന്നിട്ടുണ്ടെന്നാണ് ഒരു പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാം. ഇതിന് മുൻപേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനിലാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളായി. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അടുത്തോളം നെല്ല് കൃഷി എടുക്കാൻ പോവാ, കൃഷി എടുക്കാൻ പോയി തെങ്ങും കവുങ്ങൊക്കെ നടാം. എല്ലാ സ്ഥലത്തും കാണുമ്പോൾ നമുക്ക് ഉണ്ടാകാനൊരു ആഗ്രഹമുണ്ട്. ഈ ഫെൻസിങ് വരുന്നതിന് മുമ്പ് പിന്നെ ഫോറസ്റ്റുകാർ ഇവിടെ കിടന്ന് പറഞ്ഞില്ല, നാട്ടുകാർ പറഞ്ഞില്ല. എല്ലാ സംഗതി മറികടക്കുന്നെങ്കിലും പോലും ഇത് ഏറ്റവും കൂടുതൽ ഫലവത്താവുന്ന ഒരു ലെവലിലേക്ക് ഈ ഹാങ്ങിങ് ഫെൻസിങ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫെൻസിങ് വരുന്നുണ്ട്, അത് പുതിയതായിട്ട് വരുന്നതാണ്. അതിൽ രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഹാങ്ങിങ് ഫെൻസിങ് വളരെ നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. വയനാട്ടിലെ പല പ്രദേശങ്ങളിലും സോളാർ ഫെൻസിംഗ് കർഷകർക്ക് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. വിളനാശം കുറയുന്നു, കൃഷിയിടങ്ങൾ കൂടുതൽ സുരക്ഷിതമാകുന്നു. അതേസമയം വന്യജീവികൾക്ക് മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യം കുറയുന്നു. പ്രത്യേകിച്ച് ആനകൾക്ക് ഇത് മനുഷ്യരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്ന ഒരു സുരക്ഷാ രേഖയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും നാട്ടുകാരും LSGD എല്ലാവരും ഒരുമിച്ചിട്ട് ഈ ഫെൻസിങ് ഓൾറെഡി നിർമ്മാണം ചെയ്ത ഫെൻസിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ സംരക്ഷിക്കുമെങ്കിൽ നമുക്ക് ഈ വന്യജീവി ശല്യത്തിനെ ഒരു കൺട്രോളിലേക്ക് ഉള്ള സ്റ്റേറ്റസിലേക്ക് എത്തിക്കാം. സോളാർ ഫെൻസിംഗ് വിജയകരമാകാൻ സാങ്കേതികവിദ്യ മാത്രം മതിയെന്നല്ല, സമൂഹത്തിന്റെ പങ്കാളിത്തവും ശ്രദ്ധാപൂർവമായ പരിപാലനവും ആവശ്യമാണ്. കർഷകരും നാട്ടുകാരും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ സംവിധാനം കൂടുതൽ ഫലപ്രദമാവുന്നത്. കാരണം മനുഷ്യർ കാടിനെ സംരക്ഷിക്കുമ്പോൾ കാട് മനുഷ്യരുടെ ജീവിതത്തെയും സംരക്ഷിക്കും.